റോയ് ചായ പറയാൻ സ്വാതന്ത്ര്യ സമര ചരിത്രമൊന്നും ഇല്ലാത്ത BJP അതിപ്പോൾ ഒരു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പഴയ കോൺഗ്രസ് നേതാക്കളായ സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം ഇപ്പോൾ തങ്ങളുടേതായ ആൾക്കാരായി ചിത്രീകരിക്കുന്നു. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അതിലൊരു വലിയ എക്സാമ്പിളാണ്. ഇപ്പോൾ കേരളത്തിലും BJP അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ചേറ്റൂർ ശങ്കരൻ നായരായി ഇപ്പോൾ കൃഷ്ണൻ എഴുത്തച്ഛൻ ഇവരെല്ലാം BJP-കാരാണെന്നാണ് പറയുന്നത്. ഇതിന് എന്തായിരിക്കും മറുപടി പറയുക? ഇത് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞൊരു വാചകമുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് സ്വാതന്ത്ര്യ സമരത്തെ എതിർക്കുകയും ഒക്കെ ചെയ്തവരാണ് ആ പഴയ RSSകാരും സംഘപരിവാറും ഒക്കെ. അപ്പോൾ അതിൻ്റെ പാപപരിഹാരാർത്ഥമായിട്ടാണ് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ തപ്പിപ്പിടിക്കാനായിട്ട് നടക്കുന്നത്. ഇതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏതാണ്ട് ഇപ്പം 100 വർഷമാകുന്ന RSSനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു റൂളും ഉണ്ടായിരുന്നില്ല. അവരാരും സ്വാതന്ത്ര്യ സമരത്തോട് ഗാന്ധിജിയോടൊക്കെ തന്നെ എതിർത്ത് നിൽക്കുന്ന ഒരു ലൈനായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് വലിയ അതിതീവ്ര ദേശീയതയും ദേശസ്നേഹവും ഒക്കെ പാടി പൂഴ്ത്തിക്കൊണ്ട് നടക്കുമ്പോൾ ഈ കോൺഗ്രസ്സുകാരായ നേതാക്കന്മാരൊക്കെ പഴയ ചരിത്രമൊക്കെ എടുത്തിടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ സർദാർ പട്ടേൽ മുതൽ ഇങ്ങനെ ഓരോരുത്തരെ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്ന് സ്വന്തം അക്കൗണ്ടിലാക്കാനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ സർദാർ പട്ടേലാണ് RSSനെ 2 തവണ നിരോധിച്ച ആഭ്യന്തരമന്ത്രിയായിരുന്നു. പിന്നെ ഗാന്ധിജിയെ വധിച്ചതിൻ്റെ പേരിൽ അന്ന് RSSനെ നിരോധിക്കുകയൊക്കെ ചെയ്ത വളരെ ശക്തനായ എല്ലാ അർത്ഥത്തിലും RSSനെ എതിർക്കുകയൊക്കെ ചെയ്ത നേതാവായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായ സർദാർ പട്ടേൽ. അദ്ദേഹത്തെയൊക്കെ ഈ BJP-യുടെ ആൾക്കാരായിട്ട് ചിത്രീകരിക്കാൻ പോകുന്നത് തന്നെ ആന മണ്ടത്തരവും പരിഹാസ്യവുമായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അതേ ചൂട് പിടിച്ചാണ് ഇവിടെ കോൺഗ്രസിൻ്റെ 13ാമത്തെ ദേശീയ പ്രസിഡൻ്റായിരുന്ന സർ സി ശങ്കരൻ നായരെ, ചേറ്റൂർ ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ഇപ്പോൾ BJP-യുടെ ആളാക്കി മാറ്റാനും അതിൻ്റെ പേരിലൊരു സിനിമ പിടിക്കുകയും എന്നിട്ട് ഇപ്പോൾ BJP നേതാക്കളെല്ലാം പോയി ചേറ്റൂർ ശങ്കരൻ നായരുടെ വീട് സന്ദർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പഴയകാല ദേശീയ നേതാക്കന്മാരെ, സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഇവരുടെ അക്കൗണ്ടിലാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അവരെ കൊണ്ട് അവരുടെ ഐഡിയോളജിയും ഒന്നായിരുന്നോ? ആശയപരമായ എന്തെങ്കിലും യോജിപ്പുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കള്ളിയിലേക്ക് മാറ്റാൻ സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ തിരുത്തി എഴുതാൻ പോകാനുള്ള ഒരു പക്ഷേ അതിൻ്റെ നീക്കമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഇതിനെല്ലാം തെളിവുള്ളതാണല്ലോ, ആരൊക്കെ എവിടെയായിരുന്നു എന്നുള്ളതിന്. നമ്മുടെ നാട്ടിലെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അതിനെല്ലാം തെളിവുള്ളതുമാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചേറ്റൂർ ശങ്കരൻ നായരെ നിങ്ങൾ BJP-യോ സംഘപരിവാറോ ആക്കാൻ നോക്കിയാൽ ആവുന്നതല്ല. അതല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായി നിൽക്കുകയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് എതിരായിട്ട് അന്ന് ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ പോയി വാദിക്കുകയൊക്കെ ചെയ്ത മഹാനായ മനുഷ്യനാണ്. അങ്ങനെ ഒരാളെ നിങ്ങൾ ഈ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ കുളിപ്പിച്ചെടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് BJP-യും സംഘപരിവാർ ആശയങ്ങളുടെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയുന്നത് ശുദ്ധ പരിഹാസമായ കാര്യം. അതൊന്നും സാധാരണ ജനങ്ങൾക്ക് ദഹിക്കുകയോ അവരാരും അംഗീകരിക്കുകയോ ചെയ്യുന്നതല്ല. അല്ല, അതിൻ്റെ അനുസ്മരണ പരിപാടിയും ഒരു ഹാസ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വന്ന് അവരുടെ ഒരു അനുസ്മരണ പരിപാടി നടത്തി. അടുത്ത BJP-ക്കാർ ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വരുന്നു. അവിടെ നടന്ന പൂവെല്ലാം തൂത്ത് കളഞ്ഞു മാറ്റുന്നു. എന്നിട്ട് ഒന്നേന്ന് പുഷ്പാർച്ചന നടത്തുന്നു. ഇതാണ് നടക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു അത് അങ്ങേയറ്റം പരിഹാസ്യമായ VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത് 7ാമത്തെ വയസ്സിൽ കോൺഗ്രസിൻ്റെ പതാക പിടിച്ച് 95 വയസ്സ് വരെ കോൺഗ്രസ്സുകാരനായി ജീവിച്ച മഹാനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതായത് കേരളത്തിലെ പ്രജാമണ്ഡലം സ്ഥാപിക്കുകയും കോൺഗ്രസിൻ്റെ തൃശ്ശൂർ മലബാർ മേഖലയിലൊക്കെയുള്ള കോൺഗ്രസിൻ്റെ അതിശക്തനായ കരുണാകരൻ്റെയൊക്കെ ഗുരുതുല്യനായ മനുഷ്യനായിരുന്നു VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെയും ഈ BJP-യുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അതിന് കാരണമെന്ന് പറയുന്നത് ഈ VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ ഒരു മകൻ, അദ്ദേഹത്തിൻ്റെ പേര് ജയഗോവിന്ദൻ എന്നാണ്. അദ്ദേഹം ഏതാണ്ട് 6 വർഷം മുമ്പ് BJP-യിൽ ചേർന്നു. അതുവരെ കോൺഗ്രസ്സുകാരനായിരുന്നു, BJP-യിൽ ചേർന്നു. അപ്പോൾ BJP-യിൽ ചേർന്ന് കുറച്ച് നാൾ, ഈ 6 വർഷമായി ഇതുവരെ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ ജന്മദിന സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനൊന്നും BJP-ക്കാർ വന്നിട്ടില്ല. ഇപ്പോൾ ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ ചൂട് പിടിച്ച് അന്ന് ഇരിക്കട്ടെ കൃഷ്ണൻ എഴുത്തച്ഛനെ എന്നാൽ നമുക്ക് അടിച്ചു മാറ്റാം എന്നുള്ളൊരു ചിന്തയിലാണെന്ന് തോന്നുന്നു BJP-ക്കാർ വന്ന് പുഷ്പാർച്ചന നടത്തുകയും കോൺഗ്രസ്സുകാർ VM സുധീരൻ്റെ നേതൃത്വത്തിലാണ് അതെല്ലാ വർഷവും കഴിഞ്ഞ 21 വർഷമായിട്ട് കോൺഗ്രസ്സുകാർ ഈ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ ജന്മദിനത്തിൽ വന്ന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുക പതിവുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തവണയും VM സുധീരൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റുമാരും അവരൊക്കെ അവിടെ പോയി പുഷ്പാർച്ചന നടത്തി. ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം BJP-ക്കാർ വന്ന് കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ മണ്ഡപത്തിൽ വന്ന് ഈ പുഷ്പാർച്ചന നടത്തുക. അപ്പോൾ ഇതൊക്കെ പരിഹാസ്യമായ കാര്യമാണ്. സാധാരണ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സുധീരൻ പറഞ്ഞാണ് അതിൻ്റെ ശരി. സ്വാതന്ത്ര്യ സമര കാലത്ത്
ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിൽക്കുകയും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പം വന്ന് വി.ആർ. കൃഷ്ണനെ പോലെ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരനായരെ പോലുള്ള മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഞങ്ങളുടെ ആളായിരുന്നു എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നിൽക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. കാരണം ഇത് നിങ്ങൾക്കില്ലാത്ത ചരിത്രം ഉണ്ടെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പരിഹാസ്യരായി പോകുള്ളൂ. ചരിത്രം അതാണ് പറയുന്നത്. അവരവർക്കുള്ള റോള് എന്തായിരുന്നു എന്നുള്ളത് തിരഞ്ഞ് കണ്ടുപിടിക്കുക. അതല്ലാതെ ഇത്തരം ആൾക്കാരെ കടമെടുക്കാനും അവരെ റാഞ്ചാനും ഒക്കെ ശ്രമിക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യം. കാരണം ചരിത്രം നമ്മുടെ മുമ്പിലുള്ളതാണ്. അധികം കാലമൊന്നും ആയിട്ടില്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാലത്തിനിടയിൽ ആരൊക്കെയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നത്? ഗാന്ധിയെ ചീത്ത വിളിച്ച് നടന്നവരാരാണ്? ഗാന്ധിജിയെ അകറ്റി നിർത്താൻ ശ്രമിച്ചതാണ്? സ്വാതന്ത്ര്യ സമരത്തോടുള്ള സമീപനം എന്തായിരുന്നു? ഇതെല്ലാം ജനങ്ങൾക്കറിയാം. ഇതെല്ലാം തുറന്ന പുസ്തകമായിട്ട് നമ്മൾ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു മകനോ മകളോ കോൺഗ്രസിലോട്ട് അല്ലെ BJP-യിലോട്ട് പോവുകയെന്ന് പറഞ്ഞ് അവരെ പാടെ അടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. ഇപ്പം സർദാർ പട്ടേലിൻ്റെ പേരിൽ ഒരു പ്രതിമ ഉണ്ടാക്കിയതുകൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നതുകൊണ്ട് സർദാർ പട്ടേൽ ഒരു കാരണവശാലും BJP-കാരനോ സംഘപരിവാറുകാരനോ ആകാൻ പോകുന്നില്ല. അതാണ് നമ്മുടെ ചരിത്രം. അങ്ങനെ ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒരു പുസ്തകം തിരുത്തി എഴുതിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്മൃതി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തിയതുകൊണ്ടോ ഒന്നും അവരാരും അവരുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ നിന്നോ അവരുടെ സംഭാവനകളിൽ നിന്നോ അവരെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയത്തില്ല. ഈ ജയഗോവിന്ദൻ BJP ആയതുകൊണ്ട് കൃഷ്ണൻ എഴുത്തച്ഛനെ സ്വന്തമാക്കാനുള്ള ശ്രമം നടന്നു. പത്മജ ഇപ്പോൾ BJP-യിലാണ്. അതുകൊണ്ട് തന്നെ കെ കരുണാകരനെ ഒരു അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുമോ? കാരണം ഓൾറെഡി കെ കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞു BJP. അതൊന്നും സംഭവിച്ചാലും അതിശയമില്ല. കാരണം BJP ഇങ്ങനെയൊക്കെയുള്ള ഈ തറ പരിപാടികൾ കാണിക്കുന്നതായതുകൊണ്ട് നമുക്ക് ഇപ്പം പത്മജയുടെ കസ്റ്റഡിയിലാണ് ആ വീടും പറമ്പും എല്ലാം ഇരിക്കുന്നത്. ഇപ്പം നാളെ അത് സംഭവിച്ചാലും അതിശയിക്കാനില്ല. പക്ഷേ കരുണാകരൻ ആരായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3 വട്ടം കേരളത്തിലെ മുഖ്യമന്ത്രിയാവുകയും കോൺഗ്രസിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു മഹാനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഒരുപാട് ത്യാഗങ്ങളൊക്കെ അനുഭവിച്ചാണ് അദ്ദേഹം ഈ നാട്ടുകാർക്കും ഒരുപാട് സംഭാവനകൾ ചെയ്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ നിങ്ങൾ BJP-യുടെ കള്ളിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ജീവിതകാലം മുഴുവൻ സംഘപരിവാറിൻ്റെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്ത കേരളം കണ്ട ഏറ്റവും മതേതരവാദിയായ കോൺഗ്രസ് നേതാവായിരുന്നു എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ ഈ ആശയങ്ങളുടെ പ്രചാരകനായി മാറ്റാൻ ശ്രമിക്കുന്നത് ഒരു സാധാരണ ജനങ്ങളോ ഒന്നും അംഗീകരിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ കൃഷ്ണ എഴുത്തച്ഛനെയും കെ കരുണാകരനെയും ഒക്കെ നിങ്ങൾ ആ ലേബലിലാക്കാൻ ശ്രമിക്കുന്നു പറയുന്നത് വലിയ കടുത്ത പാപം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിനകത്തൊന്നും റോളില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ വഴിയെ പോകുന്ന ആൾക്കാരെ ഞങ്ങളുടെ കൂട്ടത്തിലാക്കാൻ ശ്രമിക്കുന്നത്? സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതുകൊണ്ട് അത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ഇന്നലെ വരെ ചെയ്യാതിരുന്ന കാര്യമാണ്. വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ മരിച്ചിട്ട് 21 കൊല്ലമായി. ഇന്നലെ വരെ അവിടോട്ട് തിരിഞ്ഞു നോക്കാത്തവർ ഇന്ന് വന്ന് സുപ്രഭാതത്തിൽ മകൻ്റെ കെയർ ഓഫിൽ വന്ന് ആ സ്മൃതി മണ്ഡപത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്തുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലെ തട്ടിപ്പ് എന്താണെന്നും പരിഹാസ്യത എന്താണെന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിയുള്ളവരാണ് സാധാരണ മലയാളികൾ.